Good morning. Welcome to my YouTube channel Kerala PSC Technical Previous Year Question Papers. ഈ ചാനലിൽ നമ്മൾ പ്രീവിയസ് ഇയർ ടെക്നിക്കൽ കേരള PSC ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് വിത്ത് എക്സ്പ്ലനേഷൻ ആയിരിക്കും ആൻസർ ചെയ്യാൻ പോകുന്നത്. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്ന ക്വസ്റ്റ്യൻ പേപ്പർ എന്ന് പറയുന്നത് അസിസ്റ്റൻറ്റ് എഞ്ചിനീയർ മെക്കാനിക്കൽ ട്രാവൻകൂർ ടൈറ്റാനിയം ഡിപ്പാർട്ട്മെൻറ്റ്. ഇത് അതിൻ്റെ 10th പാർട്ടാണ്. അപ്പോൾ ആദ്യത്തെ ക്വസ്റ്റ്യൻ നോക്കുക. ക്വസ്റ്റ്യൻ നമ്പർ 46. If a compression coil spring of stiffness 10 Newton per meter is cut into two equal parts and the used in parallel, the equivalent spring stiffness will be ഒരു 10 ന്യൂട്ടൺ പെർ മീറ്റർ സ്റ്റിഫ്നെസ് ഉള്ള ഒരു സ്പ്രിങ് രണ്ടായിട്ട് കട്ട് ചെയ്തിട്ട് അത് പാരലായിട്ട് കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ ടോട്ടൽ സ്പ്രിങ് സ്റ്റിഫ്നെസ് എത്രയായിരിക്കും എന്നാണ് ചോദിച്ചേക്കുന്നത്. അപ്പോൾ അതിനെ നമുക്ക് നോക്കുമ്പോൾ ആദ്യം ഈ കോയിൽ സ്പ്രിങ്സ് രണ്ട് ആയിട്ട് കട്ട് ചെയ്യുമ്പോൾ അതിൻ്റെ സ്റ്റിഫ്നെസ് ഡബിൾ ചെയ്യും. അപ്പോൾ 10 × 20 ന്യൂട്ടൺ പെർ മീറ്റർ ആവും ഓരോ സ്പ്രിങ്ങിൻ്റെയും സ്റ്റിഫ്നെസ്. ഇനി 20 ന്യൂട്ടൺ പെർ മീറ്റർ സ്റ്റിഫ്നെസ് ഉള്ള സ്പ്രിങ് പാരലായിട്ട് കണക്ട് ചെയ്യുമ്പോൾ അതിൻ്റെ ടോട്ടൽ സ്റ്റിഫ്നെസ് വെൻ കണക്റ്റഡ് ഇൻ പാരലൽ എന്ന് പറയുന്നത് 20 + 20 40 ന്യൂട്ടൺ പെർ മീറ്റർ ആവും. അപ്പോൾ ആദ്യം കട്ട് ചെയ്യുമ്പോൾ ഓരോന്നിൻ്റെയും സ്റ്റിഫ്നെസ് 20 ആവും. അത് കഴിഞ്ഞിട്ട് അത് രണ്ടും പാരലായിട്ട് കണക്ട് ചെയ്യുമ്പോൾ ടോട്ടൽ സ്റ്റിഫ്നെസ് എന്ന് പറയുന്നത് 40 ആവും. അപ്പോൾ ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ സി 40 ന്യൂട്ടൺ പെർ മീറ്റർ. അപ്പോൾ 46th ക്വസ്റ്റ്യൻ്റെ ആൻസർ ഓപ്ഷൻ സി. ഇനി ക്വസ്റ്റ്യൻ നമ്പർ 47. ഡിഫറൻഷ്യൽ ഗിയർ ഇൻ ആൻ ഓട്ടോമൊബൈൽ ഈസ്. ഡിഫറൻഷ്യൽ ഗിയർ ഏത് ടൈപ്പ് ഓഫ് ഗിയർ ട്രെയിൻ ആണെന്ന് ചോദിച്ചത് സിമ്പിളാണോ എപ്പിസൈക്ലിക് ആണോ കോമ്പൗണ്ട് ആണോ? അപ്പോൾ സിമ്പിൾ ഗിയർ ട്രെയിൻ നിങ്ങൾക്കറിയാം, ഇങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് ഒരു ഗിയറിൻ്റെ എക്സ്റ്റീരിയർ ടീത്തുകൾ അടുത്ത ഗിയറിൻ്റെ എക്സ്റ്റീരിയർ ആയിട്ട് കണക്ട് ചെയ്തേക്കുന്നത് സിമ്പിൾ ഗിയർ ട്രെയിൻ. അതേസമയം എപ്പിസൈക്കിളും കോമ്പൗണ്ട് ഗിയർ ട്രെയിൻ എന്ന് പറയുമ്പോൾ ഒരു ഗിയറിൻ്റെ ഒരു സ്പിൻഡിൽ തന്നെ അല്ലെങ്കിൽ ഒരു ഷാഫ്റ്റിൽ തന്നെ 1-2 ഗിയേഴ്സ് കോൺസെൻട്രേറ്റ് ചെയ്ത് കണക്ട് ചെയ്തിട്ടുണ്ടാവും. ഒരു ഗിയറിൻ്റെ ടീത്തുകൾ വേറൊരു ഗിയറിലോട്ടും മറ്റേ ഗിയറിൻ്റെ ടീത്ത് വേറെ ഗിയറിലോട്ടൊക്കെ ആയിട്ട് കണക്ട് ചെയ്തിരുന്നത്. അങ്ങനെയുള്ള വരുന്നതിന് നമ്മൾ കോമ്പൗണ്ട് ഗിയർ ട്രെയിൻ എന്ന് പറയുന്നത്. അതേസമയം എപ്പിസൈക്ലിക് ഗിയർ ട്രെയിൻ എന്ന് പറയുമ്പോൾ ഈ കാണുന്ന പോലെ ഒന്നിൽ കൂടുതൽ ഗിയേഴ്സ് കണക്ട് ചെയ്യുന്നുണ്ടാവും. അതേസമയം തന്നെ അതിൻ്റെ ആക്സസുകൾ തമ്മിലും കണക്ഷൻ ഉണ്ടാവും, കാരിയർ ഉണ്ടാവും. ഇപ്പോൾ നമ്മുടെ ഇപ്പോൾ ഇത് ഒരു ഡിഫറൻഷ്യൽ ഗിയർ എന്ന് പറഞ്ഞാൽ ഡിഫറൻഷ്യൽ എന്ന് പറഞ്ഞാൽ എന്താണെന്ന് നോക്കാം. ഡിഫറൻഷ്യൽ എന്ന് പറയുന്നത് ഒരു 4-wheel ഡ്രൈവ് സിസ്റ്റത്തിൽ ഉപയോഗിക്കുന്ന ഒരു സിസ്റ്റമാണ്. അപ്പോൾ ഇതെന്ന് പറയുന്നത് നമുക്കിപ്പോൾ വേണമെന്നുണ്ടെങ്കിൽ വണ്ടി വളയ്ക്കുമ്പോഴും ഒക്കെ ഉപയോഗിക്കുന്ന ഒരു ഡിഫറൻഷ്യൽ, ആ ഒരു ഡിവൈസാണ് ഡിഫറൻഷ്യൽ എന്ന് പറയുന്നത്. അതായത് വണ്ടി വളയ്ക്കുന്ന സമയത്ത് ഒരു വീല് പതിയെ റൊട്ടേറ്റ് ചെയ്യണം, മറ്റേ വീല് സ്പീഡ് റൊട്ടേറ്റ് ചെയ്യണം. അപ്പോൾ അങ്ങനത്തെ സമയത്താണ് നമ്മൾ ഈ ഡിഫറൻഷ്യൽ ഉപയോഗിക്കുന്നത്. ഇപ്പോൾ ഡിഫറൻഷ്യലിൽ മെയിനായിട്ട് ഒരു ക്രൗൺ വീൽ ഉണ്ടാവും, അതേപോലെ തന്നെ 2 സ്മോൾ ഗിയേഴ്സും 2 ലാർജ് ഗിയേഴ്സും ഉണ്ടാവും. അപ്പോൾ ഇത് തമ്മിൽ റൊട്ടേറ്റ് ചെയ്ത് എങ്ങനെയാണ് ആ ഒരു വീൽ റൊട്ടേഷൻ കൺട്രോൾ ചെയ്യണമെന്നാണ് ഡിഫറൻഷ്യൽ ഉപയോഗിച്ച് പഠിക്കുന്നത്. അപ്പോൾ നമുക്കിപ്പോൾ ഈ ഡിഫറൻഷ്യലിനെ നമുക്ക് ഇത്തിരി സിമ്പിളായിട്ട് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഇതേപോലെ ആയിരിക്കും. ഡ്രിവൺ ഷാഫ്റ്റ്, റിംഗ് ഗിയർ, അത് കഴിഞ്ഞിട്ട് ഒരു ഡിഫറൻഷ്യൽ കേസിൻ്റെ ഉള്ളിൽ 4 ഗിയേഴ്സ് ഇങ്ങനെ കോൺസെൻട്രേറ്റ് ചെയ്ത് കണക്ട് ചെയ്തിട്ടുണ്ടാവും, ബിവൽ ഗിയേഴ്സ്. അപ്പോൾ ഇത് നമുക്കൊരു എപ്പിസൈക്ലിക് ഗിയർ ട്രെയിൻ ആണെന്നുള്ളത് കണ്ടു കഴിഞ്ഞാൽ മനസ്സിലാവുന്നുണ്ട്. സാധാരണ ഇതൊരു സിമ്പിൾ ഗിയർ ട്രെയിനോ അല്ലെങ്കിൽ ഒരു കോമ്പൗണ്ട് ഗിയർ ട്രെയിനോ അല്ല, ഒരു എപ്പിസൈക്ലിക് ഗിയർ ട്രെയിൻ ആണെന്നുള്ളത് നമുക്ക് മനസ്സിലാവുന്നുണ്ട്. അതുകൊണ്ട് 47th ക്വസ്റ്റ്യൻ ആൻസർ ഓപ്ഷൻ ബി എപ്പിസൈക്ലിക് ഗിയർ ട്രെയിൻ. അപ്പോൾ 47th ക്വസ്റ്റ്യൻ ആൻസർ ഓപ്ഷൻ ബി ആണ്. ഇനി ക്വസ്റ്റ്യൻ നമ്പർ 48 നോക്കുകയാണെന്നുണ്ടെങ്കിൽ ദി എൻജിൻ ഓഫ് ആൻ എയറോപ്ലെയിൻ rotates in clockwise direction when seen from the tail end and the aeroplane turns to left. The effect of gyroscopic couple on the aeroplane will be. ഇപ്പോൾ ഗൈറോസ്കോപ്പിക് കപ്പിൾ എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഒരു ബോഡി അതിന് 2 ആക്സസിൽ റൊട്ടേറ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ 3ാമത്തെ ആക്സസിൽ അതിന് ഓട്ടോമാറ്റിക്കലി ഒരു കപ്പിൾ ആക്ട് ചെയ്യും. ആ കപ്പിളിനെയാണ് നമ്മൾ ഗൈറോസ്കോപ്പിക് കപ്പിൾ എന്ന് പറയുന്നത്. അപ്പോൾ ഒരേ സമയം 2 ആക്സിൽ റൊട്ടേറ്റ് ചെയ്യുന്ന മെഷീൻസ്, അതായത് സാധാരണ എയറോപ്ലെയിൻസിലും ഷിപ്പുകളിലും ഒക്കെയാണ് അങ്ങനെ ഒരേ സമയം 2 ആക്സിൽ റൊട്ടേറ്റ് ചെയ്യുന്നത്. അല്ലെങ്കിൽ സാധാരണ സൈക്കിളിലും
ബൈക്കിലൊക്കെ ഇതേപോലെ തന്നെ നടക്കാറുണ്ട്. ഗൈറോസ്കോപ്പിക് കപ്പിൾ അപ്ലൈ ആവാറുണ്ട്. അപ്പോൾ നമുക്കിപ്പോൾ ഒരു പ്ലെയിൻ്റെ കാര്യം ചോദിച്ചിരുന്നത്, പ്ലെയിൻ്റെ കാര്യം ചോദിക്കുമ്പോൾ നമുക്കിവിടെ അപ്ലൈ ചെയ്യാനുള്ളത് റൈറ്റ് ഹാൻഡ് തംസ് റൂളാണ്. റൈറ്റ് ഹാൻഡ് തംസ് റൂൾ ഉപയോഗിച്ചിട്ടാണ് നമ്മൾ എഫക്റ്റ് ഓഫ് ഗൈറോസ്കോപ്പിക് കപ്പിളിൻ്റെ ഡയറക്ഷൻ കണ്ടുപിടിക്കുന്നത്. വേറെ മെത്തേഡ്സ് ഉണ്ടാവും. ഇവിടെ ഇപ്പോൾ ഞാൻ ഉപയോഗിക്കുന്നത് റൈറ്റ് ഹാൻഡ് തംസ് റൂളാണ്. ഇപ്പോൾ ഇത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു എയ്റോപ്ലെയിൻ അതിൻ്റെ ടെയിൽസ് എൻഡിൽ നിന്ന് നോക്കുമ്പോൾ ക്ലോക്ക് വൈസ് റൊട്ടേറ്റ് ചെയ്യുന്നു എന്നാണ് പറയുന്നത്. അപ്പോൾ നമ്മൾ എന്താണെന്ന് വെച്ചാൽ ആദ്യം നമ്മൾ നമ്മുടെ റൈറ്റ് ഹാൻഡ് എടുക്കും. ഇതിൽ കാണുന്ന പോലെ റൈറ്റ് ഹാൻഡ് എടുക്കും. ഈ റൈറ്റ് ഹാൻഡ് നമ്മുടെ ആ ക്ലോക്ക് വൈസ് റൊട്ടേഷനിൽ നമ്മുടെ ബാക്കിയുള്ള 4 ഫിംഗേഴ്സ് ഇതിൽ കാണുന്ന പോലെ ഈ 4 ഫിംഗേഴ്സ് നമ്മുടെ ക്ലോക്ക് വൈസ് ഡയറക്ഷനിൽ വയ്ക്കും. അപ്പോൾ തമ്പ് എങ്ങോട്ടാണ് പോയിൻ്റ് ചെയ്യണം നോക്കുക. തമ്പ് ഇപ്പോൾ ഇങ്ങനെയാണ് പോയിൻ്റ് ചെയ്തേക്കുന്നത് തമ്പ്. അപ്പം അങ്ങനെ പോയിൻ്റ് ചെയ്തേക്കണ കാരണം നമ്മൾ ഇതിൻ്റെ സ്പിൻ വെക്ടർ ഇങ്ങോട്ട് വരയ്ക്കുക. അത് നമ്മൾ ഈ റൈറ്റ് ഹാൻഡ് തമ്പ് വെച്ചിട്ടാണ് കണ്ടുപിടിച്ചത്. സ്പിൻ വെക്ടർ റൈറ്റ് ഹാൻഡ് തമ്പ് വെച്ച് കണ്ടുപിടിക്കണമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ 4 ഫിംഗേഴ്സ് ഏത് ഡയറക്ഷനിലാണോ ഈ സാധനം റൊട്ടേറ്റ് ചെയ്യണത് ആ ഡയറക്ഷനിൽ വയ്ക്കുക. ക്ലോക്ക് വൈസ് ആയതുകൊണ്ട് അങ്ങനെ വയ്ക്കുക. എന്നിട്ട് അതിൻ്റെ തമ്പ് അപ്പോൾ ഏത് ഡയറക്ഷൻ കാണിക്കണമെന്ന് വെച്ച് കഴിഞ്ഞാൽ അങ്ങോട്ട് സ്പിൻ വെക്ടർ വരയ്ക്കുക. ഇനി നമ്മളോട് പറഞ്ഞേക്കുന്നത് ഈ സ്പിൻ വെക്ടർ ലെഫ്റ്റ് ടേൺ ചെയ്തിട്ടുണ്ടെന്ന് പറഞ്ഞാൽ, അപ്പോൾ സ്പിൻ വെക്ടർ ലെഫ്റ്റ് ടേൺ ചെയ്യുമ്പോൾ ഇങ്ങോട്ട് ടേൺ ചെയ്തു. അപ്പോൾ ഇങ്ങോട്ട് ടേൺ ചെയ്തതിൻ്റെ അർത്ഥം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അങ്ങോട്ടാണ് ഇപ്പോൾ ആക്റ്റീവ് ഗൈറോസ്കോപ്പിക് കപ്പിൾ ആക്ട് ചെയ്യുന്നത്, ഈ ഡയറക്ഷനിലാണ്. അല്ലെങ്കിൽ നമുക്കിങ്ങനെ വരയ്ക്കാം. അപ്പോൾ റിയാക്റ്റീവ് ഗൈറോസ്കോപ്പിക് കപ്പിൾ ഈ ഡയറക്ഷനിലാണ് വർക്ക് ചെയ്യുന്നത്. ഇനി നമ്മൾ എന്ത് ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ ഈ റിയാക്റ്റീവ് ഗൈറോസ്കോപ്പിക് കപ്പിൾ ഇങ്ങനെ നേരെ വരയ്ക്കുക. എന്നിട്ട് നമ്മുടെ വീണ്ടും റൈറ്റ് ഹാൻഡ് തംസ് റൂൾ ഉപയോഗിച്ച് നമ്മുടെ തമ്പിൻ്റെ ഡയറക്ഷൻ ഈ ഒരു ഡയറക്ഷനിൽ വയ്ക്കാം. അപ്പോൾ നമ്മുടെ ബാക്കിയുള്ള 4 ഫിംഗേഴ്സ് കാണിക്കുന്ന ഡയറക്ഷനിലായിരിക്കും, അല്ലെങ്കിൽ ആ ഒരു റൊട്ടേഷനിലായിരിക്കും നമ്മുടെ എയ്റോപ്ലെയിൻ മൂവ് ചെയ്യുക. അപ്പോൾ ബാക്കിയുള്ള ഫിംഗേഴ്സ് കാണിക്കുന്ന റൊട്ടേഷൻ ഈ ഒരു ഡയറക്ഷനാണ്. അതായത് ഈ ഒരു ഡയറക്ഷനാണ് ബാക്കിയുള്ള തമ്പുകൾ കാണിക്കുന്ന, ബാക്കിയുള്ള ഫിംഗേഴ്സ് കാണിക്കുന്ന ഡയറക്ഷൻ. ഇപ്പോൾ ഈ ഒരു ഡയറക്ഷൻ എന്ന് പറയുമ്പോൾ ഇവിടെ ഇപ്പോൾ ഈ ഒരു ഡയറക്ഷൻ എന്ന് പറയുമ്പോൾ നമുക്ക് മനസ്സിലാവും ഇതിൻ്റെ നോസ് പാർട്ട് പൊങ്ങാണ്, ടെയിൽ പാർട്ട് താഴെയാണ്. അപ്പം അങ്ങനെയാണ് നമുക്ക് ആ ഒരു ഇത് കിട്ടണത്. അതായത് നോസ് പാർട്ട് പൊങ്ങയും ടെയിൽ പാർട്ട് താഴെയുമായിട്ടുള്ളൊരു ആൻസറാണ് നമുക്ക് കിട്ടുന്നത്. അതിപ്പോൾ ഇങ്ങനെയാണ് നമുക്ക് കിട്ടുന്നത്. അപ്പോൾ ഇതിലിപ്പോൾ നോക്കേണ്ട കാര്യം ഒന്ന്, ആദ്യം ഈ റൈറ്റ് ഹാൻഡ് തംസ് റൂൾ ഉപയോഗിച്ച് ക്ലോക്ക് വൈസ് ആണ് എൻജിൻ റൊട്ടേറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ സ്പിൻ വെക്ടർ ആദ്യം ഇങ്ങനെ വരയ്ക്കുക. അതുകൊണ്ട് അത് ലെഫ്റ്റ് ടേൺ എടുക്കുമ്പോൾ അവിടെ അങ്ങോട്ട് ആക്റ്റീവ് ഗൈറോസ്കോപ്പിക് കപ്പിളും തിരിച്ച് റിയാക്റ്റീവ് ഗൈറോസ്കോപ്പിക് കപ്പിളും. രണ്ടാമത് വീണ്ടും റൈറ്റ് ഹാൻഡ് തംസ് റൂൾ ഉപയോഗിച്ച് ഈ റിയാക്റ്റീവ് ഗൈറോസ്കോപ്പിക് കപ്പിളിൻ്റെ ഡയറക്ഷനിൽ വരച്ച് കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ 4 ഫിംഗേഴ്സ് ഏത് ഡയറക്ഷനാണ് പോകണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ഡയറക്ഷനിലായിരിക്കും ഈ നോസ് റൈസ് ചെയ്യണോ അല്ലെങ്കിൽ ഡിപ്പ് ചെയ്യണം എന്നുള്ളത് മനസ്സിലാവുന്നത്. ഇപ്പോൾ ഇവിടുത്തെ ഇത് വെച്ച് കഴിഞ്ഞാൽ നോസ് റൈസ് ചെയ്യും, ടെയിൽ ഡിപ്പ് ചെയ്യും. ഇപ്പോൾ നമ്മുടെ ആൻസർ നോക്കുമ്പോൾ ഓപ്ഷൻ എ നോക്കുക, ടു റൈസ് ദ നോസ് ആൻഡ് ഡിപ്പ് ദ ടെയിൽ. അപ്പോൾ അതാണ് നമ്മുടെ ആൻസർ. 40th ക്വസ്റ്റ്യൻ ആൻസർ ഓപ്ഷൻ എ. ഇനി ക്വസ്റ്റ്യൻ നമ്പർ 49 നോക്കുക. ഇൻ എ ലോക്കോമോട്ടീവ് ദ റേഷ്യോ ഓഫ് ദി കണക്റ്റിംഗ് റോഡ് ലെങ്ത് ടു ക്രാങ്ക് റേഡിയസ് ഇസ് കെപ്റ്റ് ലാർജ് ഇൻ ഓർഡർ ടു. ഒരു ലോക്കോമോട്ടീവിൽ കണക്റ്റീവ് റോഡിൻ്റെ ലെങ്ത്ത് ടു ക്രാങ്ക് റേഡിയസ് അത് ലാർജായിട്ട് കീപ്പ് ചെയ്യാനുള്ള കാര്യം എന്നാണ് ചോദിച്ചത്. അത് പ്രൈമറി ഫോഴ്സ് മിനിമൈസ് ചെയ്യാനോ അല്ലെങ്കിൽ സെക്കൻഡറി ഫോഴ്സ് മിനിമൈസ് ചെയ്യാൻ വേണ്ടിയിട്ടാണോ? അതാണ് ചോദിച്ചത് ശരിക്കും ഉത്തരം. അതായത് എ അല്ലെങ്കിൽ ബി ആയിരിക്കും ആൻസർ. അതിൽ തന്നെ സിയും ഡിയും നമുക്ക് നോക്കേണ്ട ആവശ്യമില്ല, കാരണം അത് ഒരിക്കലും ഒരു ലോജിക്കും ഇല്ലാത്ത 2 ഓപ്ഷൻസാണ്. അപ്പോൾ നമുക്ക് നോക്കുകയാണെന്നുണ്ടെങ്കിൽ എന്താണ് ഈ പ്രൈമറി ഫോഴ്സ് സെക്കൻഡറി ഫോഴ്സ് എന്ന് പറയുന്നത്? ഇത് രണ്ടൊരു നോൺ ബാലൻസിങ് ഫോഴ്സാണ്. അല്ലെങ്കിൽ നമ്മൾ ബാലൻസ് ചെയ്യേണ്ട ഒരു മെഷീൻ, ഒരു എഞ്ചിൻ ഉണ്ടാക്കുന്ന നമ്മൾ ബാലൻസ് ചെയ്യേണ്ട 2 ഫോഴ്സാണ് ഈ പ്രൈമറി ബാലൻസിങ് ഫോഴ്സും സെക്കൻഡറി ബാലൻസിങ് ഫോഴ്സും. അപ്പോൾ ഒരു പ്രൈമറി ബാലൻസിങ് ഫോഴ്സ് സെക്കൻഡറി ബാലൻസിങ് ഫോഴ്സ് ഇപ്പോൾ ജസ്റ്റ് ഇവിടെ റെപ്രസെൻ്റ് ചെയ്തേക്കണമെന്നുള്ളൂ. ഇതാണ് ഒരു പ്രൈമറി ബാലൻസിങ് ഫോഴ്സ്. അതിൻ്റെ ലെങ്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ വാല്യൂ അത്ര ഉണ്ടാവും, അതാണ് അത്ര ലെങ്ത്തിൽ കാണിച്ചേക്കുന്നത്. അതേസമയം അതിൻ്റെ പകുതി ഉണ്ടാവുള്ളൂ സെക്കൻഡറി ഫോഴ്സ്. പിന്നെ പ്രൈമറിയുടെ വെലോസിറ്റിയുടെ ഇരട്ടി വെലോസിറ്റിയിലായിരിക്കും സെക്കൻഡറി പോകുന്നത്.
അപ്പോൾ ഇതൊക്കെയാണ്. പിന്നെ അതേപോലെ തന്നെ സെക്കൻഡറിയുടെ ആംഗിളിൻ്റെ പകുതി ഉണ്ടാവുള്ളൂ പ്രൈമറിയുടെ ആംഗിൾ. അപ്പോൾ ഇതൊക്കെയാണ് മെയിനായിട്ട് ഈ പ്രൈമറി സെക്കൻഡറി നമ്മൾ വ്യത്യാസമായിട്ട് വരുന്നത്. ഇപ്പോൾ ഇവിടെ നമ്മുടെ ആൻസറായിട്ട് വരുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പ്രൈമറി ഫോഴ്സ് നമ്മൾ ഓൾമോസ്റ്റ് ബാക്കിയുള്ള മെത്തേഡ്സ് ഉപയോഗിച്ച് നമ്മൾ അത് ക്യാൻസൽ ചെയ്യും. സെക്കൻഡറി ഫോഴ്സ് ക്യാൻസൽ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ റോഡ് ലെങ്ത്തും റാങ്ക് റേഡിയസിൻ്റെയും റേഷ്യോ ലാർജായിട്ട് കീപ്പ് ചെയ്യുന്നത്. അപ്പോൾ 49,000 ആൻസർ ഓപ്ഷൻ ബി ആണ്. ഇനി 50th ക്വസ്റ്റ്യൻ നോക്കാം. ഇൻ ഓർഡർ ടു ഫെസിലിറ്റേറ്റ് ദ സ്റ്റാർട്ടിംഗ് ഓഫ് ലോക്കോമോട്ടീവ് ഇൻ എനി പൊസിഷൻ ദ ക്രാങ്ക് ഓഫ് എ ലോക്കോമോട്ടീവ് വിത്ത് 2 cylinders ആർ പ്ലേസ്ഡ്. ഒരു 2 cylinder എഞ്ചിനാണെന്നുണ്ടെങ്കിൽ ആ 2 cylinders എത്ര ആംഗിളിലായിരിക്കും കീപ്പ് ചെയ്തിട്ടുണ്ടാവുക, അത് ബാലൻസ് ചെയ്ത് നിൽക്കാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ സ്റ്റാർട്ട് ആവാൻ വേണ്ടിയിട്ടുള്ള എളുപ്പത്തിന്. നമുക്കറിയാം ഒരു റൊട്ടേഷൻ എന്ന് പറയുമ്പോൾ ആ റൊട്ടേഷനിൽ 360 ഡിഗ്രി റൊട്ടേറ്റ് ചെയ്യുമ്പോഴാണ് ആ റൊട്ടേഷൻ കഴിയുന്നത്. അപ്പോൾ അതിനിടയിൽ അതിൻ്റെ ഇടയിൽ ആകെ ഒരൊറ്റ ഈ 4 സ്ട്രോക്കിൽ ആകെ ഒരു സ്ട്രോക്കിൽ മാത്രമേ നമുക്ക് ഔട്ട്പുട്ട് കിട്ടുന്നത്. അപ്പോൾ ആ ഒരു സ്ട്രോക്കിൻ്റെ ഔട്ട്പുട്ട് വെച്ചുകൊണ്ട് ബാക്കിയുള്ള 3 സ്ട്രോക്കും റൊട്ടേറ്റ് ചെയ്യുകയാണ് ചെയ്യുന്നത്. അപ്പോൾ അതിൻ്റെ ഇതിനനുസരിച്ചാണ് നമ്മൾ ഇപ്പോഴും ഈ സിലിണ്ടേഴ്സ് പ്ലേസ് ചെയ്യുക. ഇപ്പോൾ അത് വെച്ച് നോക്കുമ്പോൾ നമ്മുടെ ടേണിംഗ് മൊമെൻറ്റ് ഡയഗ്രാം സ്മൂത്ത് ആവാൻ അല്ലെങ്കിൽ യൂണിഫോം ആവാൻ വേണ്ടിയിട്ട് ഇത് ഈ കാണുന്ന പോലെ ഒരു സിലിണ്ടറിൻ്റെ ക്രാങ്ക് ഇങ്ങനെയാണെന്നുണ്ടെങ്കിൽ അടുത്ത സിലിണ്ടറിൻ്റെ ക്രാങ്ക് ഇങ്ങനെയാണ് വെക്കേണ്ടത്. അതിപ്പോൾ ഇവിടെയാണെന്നുണ്ടെങ്കിലും ഒരു സിലിണ്ടർ ഇങ്ങനെയാണെങ്കിലും അടുത്ത സിലിണ്ടർ ക്രാങ്ക് ഇങ്ങനെയാണ് വെക്കുന്നത്. അതായത് രണ്ടും തമ്മിൽ 90 ഡിഗ്രി ആംഗിളിലാണ് നമ്മൾ 2 സിലിണ്ടർ എഞ്ചിനാണെങ്കിൽ വയ്ക്കേണ്ടത്. അപ്പോൾ ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ ബി 90 ഡിഗ്രി. ഇപ്പോൾ 50th ക്വസ്റ്റ്യൻ ആൻസർ ഓപ്ഷൻ ബി. അപ്പോൾ ഇത്രയാണ് ഇന്ന് നോക്കണ ക്വസ്റ്റ്യൻസ്. അപ്പോൾ ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ഈ കാണുന്ന PSC എന്ന് പറഞ്ഞ എംബ്ലം ക്ലിക്ക് ചെയ്ത് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതേപോലെ ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്യുക. പിന്നെ ഈ ക്വസ്റ്റ്യൻ പേപ്പറിൻ്റെ ബാക്കിയുള്ള ക്വസ്റ്റ്യൻസിൻ്റെ ആൻസേഴ്സ് വിത്ത് എക്സ്പ്ലനേഷൻ കാണാൻ വേണ്ടി ഈ പ്ലേലിസ്റ്റും ക്ലിക്ക് ചെയ്യുക. താങ്ക് യു.